ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തേത് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് ഒരുപാട് നാളായിട്ട് പോകാൻ വേണ്ടി ആഗ്രഹിച്ച പ്ലേസ് ആയിരുന്നു, വാഴന്തോൾ വാട്ടർഫോളിലേക്ക് പോകുന്നത്. സോ അത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടിയാണ് ഈ ഒരു ട്രാവൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ വാഴന്തോൾ വാട്ടർഫോൾസിലേക്ക് പോകുന്ന വഴിയിലുള്ള ജസ്റ്റ് കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. ആ ഒരു ക്ലൗഡിൻ്റെ ഒക്കെ ഭംഗിയാണ്, സൂപ്പർ ആയിട്ടില്ലേ. ഈ ഒരു ട്രാവൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ട്രാവൽ വ്ളോഗായിരുന്നു. ഞാൻ പോയതിൽ വെച്ചിട്ട് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇഷ്ടമൊക്കെ തോന്നിയൊരു പ്ലേസ് ആയിരുന്നു ഈ ഒരു വാഴന്തോൾ വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. വഴിയിലെ കുറച്ച് കാഴ്ചകളാണ്, നല്ല നൈസ് വ്യൂ വന്നപ്പോൾ എടുത്തതാണ് കേട്ടോ ഇത്. ആ ഒരു മേഘത്തിൻ്റെ ആയിക്കോട്ടെ, ആ ഒരു ഗ്രീനറി ആയിക്കോട്ടെ, റോഡ് ആയിക്കോട്ടെ, എല്ലാം കണ്ട ഫുൾ സെറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. നമ്മൾ വരുന്ന വഴിക്ക് ഇത് കറക്റ്റ് ലൊക്കേഷൻ എനിക്ക് അറിയില്ല കേട്ടോ. ഐ തിങ്ക് ദിസ് ഈസ് കരോളം ആണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ ഈ റോഡൊക്കെ വീതി കൂട്ടുന്ന ആ ഒരു ഇതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു. അല്ല, പണി നടക്കുവാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റൂട്ടാണ്, ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടിട്ടാണ് ഈ ഒരു വഴി വരുന്നത് കേട്ടോ. അപ്പം ഇതുപോലെ അവിടെ റോഡ് പണി കാര്യങ്ങളൊക്കെ നടക്കുന്ന കണ്ടു. സോ വരുന്ന സമയത്ത് ജസ്റ്റ് ട്രാഫിക് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വേറെ ഏതെങ്കിലും റൂട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ മാക്സിമം ട്രാഫിക് കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞ് നിങ്ങൾക്ക് ത്രൂ ആയിട്ട് പോകാൻ പറ്റും. ഗൈസ്, അപ്പോൾ നമ്മൾ വാഴന്തോൾ വാട്ടർഫോളിലേക്ക് വരുന്ന വഴിയിൽ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബോർഡും കൂടെ ഉണ്ട് കേട്ടോ, വാഴന്തോൾ വെള്ളച്ചാട്ടം എന്ന് എഴുതിയിട്ട്. പിന്നെ സന്ദർശകർക്കുള്ള നിർദ്ദേശങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. സന്ദർശന എൻട്രി ടൈം കൊടുത്തേക്കുന്നത് 8:30 to 1 മണി വരെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അതിനകത്ത് എൻട്രി പാക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അപ്പോൾ വരുന്നവർ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വന്നാൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇതാണ് ആ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ കാഴ്ചകൾ. ഇവിടെ നിന്ന് നേരെ പോയി അവിടെ പോയി ടിക്കറ്റ്, അതാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഒരാൾക്ക് 200 രൂപയാണ് കേട്ടോ. പെർ പേഴ്സൺ ആണെങ്കിൽ 200 രൂപ. ഞങ്ങളിപ്പോൾ ക്ലബ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് ഈ ഒരു 200 എന്നുള്ളത് ഞാൻ പറഞ്ഞത്. സോ ഞങ്ങൾക്ക് ഇനി പോകേണ്ട താഴോട്ടാണ്. താഴെ ഒരു എത്രയോ മീറ്റർ പോയിട്ട് നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് നേരെ ട്രക്കിങ്ങിലേക്കാണ് പോകുന്നത്. സോ നമുക്ക് ബാക്കി വഴിയെ കാണാം. സോ അപ്പോൾ നമ്മൾ അവിടെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ വന്നപ്പോഴത്തേക്കും സ്റ്റോപ്പായി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മുകളിലോട്ട് കയറണമെങ്കിൽ 5 പേർക്ക് 1000 രൂപ എന്നുള്ള ഇതിനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 1000 രൂപ അത് പോയിട്ട് മിനിമം ചാർജ് എന്ന് പറയുന്നത് 1000 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ഇറങ്ങുന്നപ്പോഴത്തേക്ക് ഈ ഒരു ഇത് കണ്ടതുകൊണ്ട് ജസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ വെൽക്കം ടു വാഴന്തോൾ വാട്ടർഫോൾ എന്നുള്ളതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ ക്ലിപ്പിംഗ് എടുക്കാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ സ്റ്റോപ്പായിരിക്കുന്നത്. സോ നല്ല രസമില്ലേ കാണാനായിട്ട്, നല്ലൊരു വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതിനകത്ത് മീനുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. മീന് കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് താമരയുടെ ആ ഒരു ഇല കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നല്ല അടിപൊളി ആനയുണ്ട്. പിന്നെ ഈ ഒരു റൈറ്റിങ്സ് ഇതത്രയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ യാത്ര തിരിച്ച് താഴോട്ട് പൊക്കോണ്ടിരിക്കുവാണ്. ഇതാണ് 2 സൈഡിലെ വ്യൂ എന്ന് പറയുന്നത്. സോ 2 സൈഡ് ഫുൾ ഗ്രീനറി ആണ് കേട്ടോ. ഇതിൻ്റെ നടുക്കൂടെയാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഇതാണ് എൻട്രി എന്ന് പറയുന്നത്. സോ നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. നല്ലൊരു എൻട്രി ആണ് കേട്ടോ. ഐ മീൻ ഒരു മരത്തിൻ്റെയൊക്കെ ഇതിൻ്റെ എൻട്രി ഉണ്ടായിരുന്നു. മീൻസ് നമുക്ക് കറക്റ്റ് ആ ഒരു പ്രകൃതിയുടെ ഇതൊക്കെ തന്നെ 2 സൈഡ് മരത്തിൻ്റെ ആ ഒരു ഇതിലാണ് ആ ഒരു എൻട്രി കാര്യങ്ങളൊക്കെ അവർ വെച്ചേക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് ഒരു വഴിയുണ്ട്. എന്തായാലും നമുക്കിവിടെ ഗേർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒക്കെ. ജസ്റ്റ് നമ്മളിപ്പോൾ ഇങ്ങോട്ടുള്ളൊരു വ്യൂ ജസ്റ്റ് കാണിച്ചു തരാം. സോ നമ്മൾ അവിടെ നിന്ന് ആ ഒരു ഗൈഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞതനുസരിച്ച് നമ്മൾ ടിക്കറ്റ് അവിടെ കാണിക്കണമായിരുന്നു. ആ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചതിന് ശേഷം ഞങ്ങൾ ഇതിനകത്ത് കയറി. പക്ക നാച്ചുറൽ ഒരു ഫീലാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് മറ്റേ നമ്മുടെ മുളയുടെ ഇല, ഇത് കറക്റ്റ് മുള
അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് എന്തുവാ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഷെഡ് പോലത്തെ ഇതാണ്. പക്ക നാച്ചുറൽ നല്ല ഫീലിംഗ് ഉള്ള ഒരു പ്ലേസ് ആണ് ഇതെന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഇരിക്കേണ്ട ഈ ഒരു സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് ഇവർ മെയിൻലി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ എന്തൊക്കെയാണ് ഇതിനകത്ത് കാണാൻ പറ്റുമെന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ മൊത്തം 2.5 കിലോമീറ്റർ ആണ് ട്രെക്കിങ്ങിന്റെ പ്ലേസ് വരുന്നത്. 2.5 കിലോമീറ്റർ നടന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു വാട്ടർഫോൾ കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇതിൽ ജസ്റ്റ് 1 കിലോമീറ്റർ നടക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ഗൈഡ് ഉണ്ടാവും. ആ ഗൈഡ് നമുക്ക് ബാക്കി അങ്ങോട്ടുള്ള വഴിയുടെ പറഞ്ഞുതരും. ഓക്കെ, പിന്നെ വീണ്ടും 1 കിലോമീറ്റർ കഴിയുമ്പോൾ വീണ്ടും അടുത്ത ഗൈഡുകൾ കാണും. അവർ വീണ്ടും നമുക്ക് എന്ത് ചെയ്യും, ഗൈഡ് എന്നിട്ട് എങ്ങോട്ടാണ് പോവേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ഇതാണ് ഇതിനകത്തോട്ട് കയറിയാലുള്ള ബാക്കി കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ഒരു പ്ലേസ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല, അങ്ങോട്ടൊരു ഇതുണ്ടെന്നുള്ളത്, ഒരു പാലത്തിന്റെ ആ ഒരു ഇത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങോട്ടൊരു അറൗണ്ട് ഒരു 20 വീടുകളുണ്ട്. ആ 20 വീടുകളിലേക്ക് പോകുന്ന വഴിയാണത്. അത് പോയതിനു ശേഷം ആ ഒരു റോഡ് അവിടെ ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത്. ഐ മീൻ ഈ ഒരു എന്തുവാ, ഈ ഒരു കാട്ടിനകത്ത് ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു 20 പേരുടെ വീട് പോകുന്ന വഴിയാണ് നമ്മൾ നേരത്തെ കാണിച്ചു തന്നത്. അങ്ങോട്ട് നമുക്ക് പ്രവേശനം ഇല്ല, അതുകൊണ്ടാണ് ജസ്റ്റ് ആ ഒരു ക്ലിപ്പിംഗ് മാത്രം കാണിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വന്നത്. ഞങ്ങളിപ്പോൾ അകത്തോട്ട് പോയിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു പോവാം. നമ്മൾ ആ ഒരു ഇത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഇവിടെ 2 ഊഞ്ഞാലുണ്ട്. സോ നമുക്ക് ഒരുപാട് നാളായി ഊഞ്ഞാല് കാര്യങ്ങളൊക്കെ ആടിയിട്ട്, അപ്പോൾ നമുക്ക് ഊഞ്ഞാൽ ആടിയിട്ട് അകത്തോട്ട് പോവാം. കുറേ നാളായി നമ്മൾ ഊഞ്ഞാലൊക്കെ ആടിയിട്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം എനിക്ക് 2-3 വർഷമായിട്ടുണ്ടാവും ഊഞ്ഞാലൊക്കെ ആടിയിട്ട്. ഒരുപാട് മെമ്മറിയാണ് കേട്ടോ. സോ നൈസ് ട്രീറ്റ്. എനിക്ക് തോന്നുന്നു ഓണം റിലേറ്റ് ചെയ്തിട്ടായിരിക്കണം ഈ ഊഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത്, അറിയില്ല. എന്തായാലും നിങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടെങ്കിൽ ആടിയിട്ട് പോയാൽ ബെറ്റർ ആയിരിക്കും. നമ്മൾ അവിടെ നിങ്ങോട്ട് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു അരുവി, അതിൻ്റെ ആ ഒരു വോയിസ് ഉണ്ടല്ലോ, സെറ്റ് സൗണ്ടാണ് കേട്ടോ. ഭയങ്കര വോയിസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വോയിസാണ്. നല്ല പക്ക നാച്ചുറൽ ഫീല് കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കറക്റ്റ് നാച്ചുറൽ ആ വെള്ളവും ഭയങ്കര തണുപ്പാണ് ഈ വെള്ളത്തിന്. പിന്നെ ഇതിന്റെ കറക്റ്റ് ആ ഒരു വോയിസ് കാര്യങ്ങളൊക്കെ സൂപ്പർ. എന്തായാലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് കേട്ടോ, വാഴന്തോൾ വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. ഞങ്ങൾ ആ വെള്ളത്തിലൊക്കെ കളിച്ച് ഞങ്ങൾ ഫ്രണ്ടിലോട്ട് പോവാണ്. ഫുൾ പക്കത നാച്ചുറലാണ്, ഒറിജിനൽ വലിയ കല്ല് പാറയൊക്കെ. പിന്നെ പോകുന്ന വഴിയെല്ലാം ഫുൾ പാറ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് നടന്ന് വന്നിട്ടുണ്ട്. അതായിരുന്നു വന്ന വഴി. തിരിച്ച് വീണ്ടും ഇനി കുറേ നടക്കാനുണ്ട്. അപ്പം നമ്മൾ 1 കിലോമീറ്റർ എത്തി എന്നറിയാൻ പറ്റുന്നതാണ്. നമ്മളിവിടെ നേരത്തെ അവിടെ സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ 1 കിലോമീറ്റർ കഴിയുമ്പോൾ ഗൈഡ് ഉണ്ടാവുമെന്ന്. സോ നമ്മൾ 1 കിലോമീറ്റർ നടന്ന് വന്നിട്ടുണ്ട്. വേറെ എന്തെങ്കിലും മൃഗങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുമോ? മൃഗങ്ങളെ കാണാൻ പറ്റില്ല, അങ്ങനെ അപൂർവമാണ് ഇവിടെ കാണുന്നത്. മൃഗങ്ങളുണ്ട്. മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ആന, പിന്നെ കാട്ടുപോത്ത്, അതൊക്കെ ഉണ്ട്. പിന്നെ കാട്ടുപന്നി, വാവ്, പിന്നെ കുരങ്ങ്, പുലി,
ഇത് കാണുന്നുണ്ട്. പക്ഷെ പുതിയ ഇടയ്ക്ക് കാണുന്നുണ്ട്. ഒരു ടൂറിസ്റ്റ് അല്ല, ആ. നമ്മളിവിടേക്ക് ഇതേപോലെ നിൽക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ വെച്ച് ആ. ഇപ്പോൾ ഇന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ആ പാലത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടി കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ നന്നായി ഓക്കെ. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇനി വരെ നമ്മളെ നേരെ ആക്രമിച്ചിട്ടില്ല. പിന്നെ കരടിയുണ്ട്. കരടി രാത്രിയാണ് ഇപ്പം കരടി നടയുന്നു, ചവിട്ടുപാടൊന്നും കാണുന്നു. പുലിയുണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ആനയും കാര്യങ്ങളൊന്നും ഇപ്പൊ ഇല്ല. ആന വല്ലപ്പൊരിച്ചൊക്കെ വരുന്നത് ഉള്ള സമയത്ത് കരടി ഇവിടേക്ക് ചവിട്ടി ഇടിച്ചൊക്കെ ഇടും. അപ്പൊ അങ്കിൾ നൈറ്റ് ഇവിടെ തന്നെയാണോ? ഇല്ലില്ല, നൈറ്റില്ല, നമുക്ക് പകൽ മാത്രം. ഇവിടുത്തെ ടൂറിസ്റ്റിന്റെ ആ ഒരു സമയം മാത്രമായിരിക്കും ഇവിടെ 3:30 വരെ. 3:30 സമയമാണ് ഇറങ്ങി വരുന്നത്. പക്ഷെ നമ്മളിവിടെ ചില സമയങ്ങൾ പോകുമ്പോൾ 6 മണി വരെയാണ്. കാരണം അവർ ചില ആൾക്കാർ നടക്കാൻ പറ്റില്ല, ചിലവർ പോകും. അവിടെ നിന്ന് 3:30 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 4 മണിക്ക് ആവും ഇറങ്ങാം. ആ സമയത്ത് അവർ തിരിച്ചു ഇതുവഴി തന്നെയാണോ പോയത്? ഓക്കെ, താങ്ക് യു.